ഗോവയിലെ രണ്ടാം ദിവസം വൈകിട്ട് 3 മണി. സൗത്ത് ഗോവയിലെ ഏറ്റവും ഫേമസ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. കാബോഡി റാമ. സംഗതി ഒരു ഫോർട്ടാണ്. കേപ്പ് എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് കാബോ എന്ന പേര് വന്നത്. രാമ എന്നാൽ നമ്മുടെ രാമൻ തന്നെ. വനവാസ കാലത്ത് രാമനും സീതയും ഈ സ്ഥലത്തും അഭയം കണ്ടെത്തിയിരുന്നതാണ് ഐതിഹ്യം. ഈ കോട്ട 17-ാം നൂറ്റാണ്ട് വരെ പോർച്ചുഗീസുകാരുടെ ഒരു ഡിഫൻസീവ് സ്ട്രക്ചർ ആയിരുന്നു. പിന്നീട് ഇത് അവരുടെ ഒരു ഗവൺമെന്റ് പ്രസനായി മാറി. കോട്ടയുടെ ചരിത്രത്തെക്കാൾ ഉപരി എന്നെ ആകർഷിച്ചത് ഇവിടുത്തെ താഴേക്കുള്ള ഈ കടലിലെ ദൃശ്യമാണ്. നെടുനീളം തെങ്ങുകൾക്കിടയിലൂടെ നല്ല സ്കൈ ബ്ലൂ നിറത്തിലുള്ള വെള്ളം. വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂസ് ഐ എവർ ഹാഡ് ഇൻ മൈ ലൈഫ്. അത്രയ്ക്കും ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു കാഴ്ച. ഡിജോയുടെ നിർബന്ധപ്രകാരം താഴേക്ക് ഇറങ്ങി കുറച്ചു നേരം ഈ ക്ലിയർ വാട്ടറൊക്കെ ഒന്ന് കണ്ട് നേരെ കേപ്പ് ഗോയിലേക്ക് വെച്ചു പിടിച്ചു. ദേ ഇതാണ് ഇവിടുത്തെ ഫോട്ടോ ഫ്രെയിംസ്. മുടിഞ്ഞ തിരക്കാണ്. കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് കേപ്പ് ഗോവയിലേക്ക് നടക്കുകയാണ്. കേപ്പ് ഗോവ ഒരു 5-സ്റ്റാർ ലക്ഷറി റിസോർട്ടാണ്. റിസോർട്ടിന് മുകളിലുള്ള അവരുടെ റെസ്റ്റോറന്റ് ആണിത്. പണ്ടേ കാര്യഗൗരവവും കാര്യപ്രാപ്തിയുമുള്ള ജെയിൻ മുൻകൂട്ടി ടേബിൾ വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് സിവ്യൂ ഉള്ള ടേബിൾ കിട്ടി. ഇവിടെ എല്ലാത്തിനും തീ പിടിച്ച വിലയാണ്. ഏറ്റവും കുറഞ്ഞ വിസ്കി പെഗിന് 420 രൂപ. കാശ് നോക്കിയില്ല, എടുത്തു വീശി. ഇത്രേന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഞങ്ങൾ ആരും ചോദിച്ചില്ല. ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്, അതിനാണ് കാശ്. ഞങ്ങളൊന്ന് മൂഡേഷ് ആവാൻ വീണ്ടും വിസ്കി റിപ്പീറ്റ് അടിച്ചു. ഗോവൻ റഷാഡോയും മീറ്റ് ബോൾസും കിടിലൻ ടേസ്റ്റ്. സൺസെറ്റ്, ലൈവ് മ്യൂസിക്, ചിൽ വൈബ്സ്. ആഹാ അന്തസ്. ഞങ്ങൾ ഒരുവിധം മൂടാക്കി അവിടെ നിന്ന് ഇറങ്ങി മുകളിൽ വന്നു. ഫ്രെയിമുകളിൽ ഫോട്ടോ എടുക്കാൻ ഇപ്പോഴും നല്ല തിരക്കാണ്. ക്യൂ നിന്ന് മെനക്കെടാൻ വയ്യ. ആ കർമ്മം കൊടുത്ത് ഞങ്ങൾ നേരെ തിരികെ വീട്ടിലേക്ക്. 2 പെഗ് വിസ്കി എന്താവാൻ. ടീച്ചേഴ്സ് വാങ്ങി. നൈറ്റ് സ്റ്റിൽ ഓൺ. അപ്പം ശരി, ഓട് സ്ലാമി.